നമസ്കാരം. ഏവർക്കും മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ വളരെ ശക്തിയുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ തൊടുകുറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ ആ അന്ധകാരത്തിൽ നിന്നും ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതിന് സഹായകരമായ 2 ചിത്രങ്ങൾ. അതിൽ ആദ്യത്തേത് നിലവിളക്കാണ്. രണ്ടാമത്തേത് 5 തിരിയിട്ട ഭദ്രദീപമാണ് രണ്ടാമത്തെ ചിത്രം. ഇതിൽ ആദ്യത്തെ ചിത്രം ശ്രദ്ധിച്ചു നോക്കുകയാണ് എങ്കിൽ നാം ഏവരും തെളിയിക്കുന്നതായ വീടുകളിൽ തെളിയിക്കുന്നതായ ഒരു ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം അത് വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും വീടുകളിൽ തെളിയിക്കുന്നതായ ചിത്രമാണ്. എന്നാൽ രണ്ടിലും ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി അത് ഒന്ന് തന്നെയാണ്. അഗ്നി ഒരു സത്യം തന്നെയാണ്. ഈശ്വരന്റെ ഒരു ചൈതന്യമായി തന്നെ നമുക്ക് പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഏവരും ഇപ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളതാണ്. പലവിധ ചിന്തകൾ മനസ്സിലുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആ ചിന്തകളെ നിങ്ങൾ ഒരു നിമിഷം മനസ്സിൽ നിന്നും ഒഴിവാക്കി മനസ്സിനെ ഒന്ന് ശാന്തമാക്കി അല്ലെങ്കിൽ ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തീർച്ചയായും ആ ദേവതയെ ഒരു നിമിഷം ധ്യാനിക്കണം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഒരു വിഷമകരമായ കാര്യങ്ങളാണ് എങ്കിലും അതേക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമതകൾ അല്ലെങ്കിൽ ദുരിതമാണ് എങ്കിൽ അത് എപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്നും എപ്പോഴാണ് എനിക്ക് ധനപരമായ നേട്ടങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാണ് എങ്കിലും വിവാഹമാണ് എങ്കിലും കുടുംബത്തിലെ വിഷമകരമായ സാഹചര്യങ്ങളാണ് എങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നമാണ് എങ്കിലും ഈ ഒരു നിമിഷം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നും അറിയുവാനുള്ളത്, ആ ചോദ്യം അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലുള്ള ഈ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ വിളക്കുകളിൽ ഒരു വിളക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് ഈ പരാമർശിച്ച വിധം ഒരു നിമിഷം ഏവരും പ്രാർത്ഥിക്കണം. ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി പതുക്കെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. ഈ 2 വിളക്കുകളിൽ ഏത് വിളക്കിലാണ് ആദ്യമേ നിങ്ങളുടെ ആ മനസ്സ് ഉടക്കിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഈശ്വര ചൈതന്യത്താൽ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത് ആദ്യം കണ്ടത് എങ്കിൽ ആ ഒരു വിശേഷപ്പെട്ട ആ ചിത്രം നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ളതായ ആ വിളക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തിട്ടുള്ളതായ ആ വിളക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ശക്തി അത് ആരാണ് എങ്കിലും ആ ശക്തിയെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരും ആ ദേവതയുടെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ വിളക്ക് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെ കൊച്ചു കുട്ടികളുടെ സ്വഭാവം പലപ്പോഴും പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് പറയാം. അത് പറയുവാൻ കാരണം അത്തരം നിഷ്കളങ്കമായ ഒരു മനസ്സ്, കുട്ടികളുടെ മനസ്സ് നിങ്ങൾക്കറിയാം.
അത്രയ്ക്കും ചൈതന്യം നിറഞ്ഞ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നില്ല. എന്നാൽ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ അത് പല ആവർത്തിയായി ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. കുട്ടികളെ പോലെ മനസ്സിന്റെ കട്ടി ഒരല്പം കുറവുള്ളവരാണ് എന്ന് നിങ്ങളിൽ പലരെ കുറിച്ചും പരാമർശിക്കുവാൻ സാധിക്കും. പുറമേ കാണിച്ചില്ല എങ്കിലും പല കാര്യങ്ങളും മനസ്സിൽ വിഷമം തട്ടുന്നവരാണ്. ചിലർ പുറമേയും കാണിച്ചു എന്ന് വരാം. സങ്കടങ്ങൾ കൂടപ്പിറപ്പാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് പലപ്പോഴുമുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നതായ അവസരത്തിൽ മറ്റൊരു കാര്യം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു വിഷമകരമായ കാര്യം ഭയമാണ്. വെറുതെ ഇരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ആയി കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സമാധാനപൂർവമായി ഇരിക്കുന്ന സമയത്താണ് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. ആ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ആധിയേറും, മനസമാധാനം നഷ്ടപ്പെടും, ചിന്തിച്ച് കാട് കയറുന്നതായ സാഹചര്യം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാകുമോ, അത്തരത്തിലൊക്കെ ചിന്തകൾ വഴിമാറിപ്പോകും. അമിതമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. സ്വന്തം കാര്യത്തേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി, അത് സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ മക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാകാം, സുഹൃത്തുക്കളാകാം, ബന്ധുക്കൾ പോലുമാകാം, ഇവർക്ക് ആപത്ത് വരുമോ എന്നൊരു ഭയം പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ യാതൊരു വിധത്തിലും ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. എന്നിരുന്നാലും നിങ്ങൾ വളരെയധികം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിങ്ങൾ വിഷമിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് മനസ്സിൽ നിന്നും വേണ്ട, ഒഴിവാക്കാം എന്ന് വിചാരിച്ചാൽ പോലും അത് നിങ്ങൾക്ക് പോലും സാധിക്കാത്തതായ അവസ്ഥ. വീണ്ടും ഇതേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും കടന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് ദിവസങ്ങൾ കഴിഞ്ഞാകാം. എന്നാൽ ഇത്തരത്തിൽ കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ മനസ്സ് വല്ലാതെ പല കാര്യങ്ങളാൽ വേദനിക്കുന്ന, അവഗണന, അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വേദനിക്കുന്നതായ അവസരം അത് നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാത്തത് മൂലമോ, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, അവഗണിക്കുന്ന ഒരു സാഹചര്യത്താലും നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. വല്ലാത്ത ഒരു അവഗണന, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും നേർവിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വിഷമകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. അവർ മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. അവർക്കത് തിരിച്ചറിയുവാൻ പോലും സമയമില്ല എന്നതാണ് വാസ്തവം. നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യം, കുറ്റപ്പെടുത്തുന്ന, അവഗണിക്കുന്നതായ സാഹചര്യം പോലും ഇതുമൂലം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പല ചടങ്ങുകളുടെയോ പല ഇത്തരത്തിലും ശുഭകാര്യങ്ങളുടെ ഭാഗമാകാം എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ അവർ പോലും പല അവസരങ്ങളിലും നിങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ആ സന്തോഷം, അല്ലെങ്കിൽ അംഗീകാരം, ഇനി അഥവാ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത ഉള്ളതായ ആ ക്രെഡിറ്റ്, അത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് പോലും വളരെയധികം ഭയന്നു പോകുന്ന വ്യക്തികളുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും ഒരു തന്ത്രപൂർവമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മേൽ മറ്റുള്ളവർ ചാർത്തുന്നത് എന്നതാണ് വാസ്തവം.
നിങ്ങളെ മാറ്റി നിർത്തുക. നിങ്ങൾക്ക് ചുറ്റും ഇത്തരത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന ചിന്തയുണ്ട്. അത് നിങ്ങളിൽ ഉണ്ടാക്കുന്നതായ മാനസിക വിഷമങ്ങൾ ചിലർക്കത് സന്തോഷവുമാണ്. ധനപരമായ പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ ധനപരമായ അവസ്ഥ മോശമാണ്. പണമുണ്ട് എന്നത് വാസ്തവമാകാം, അല്ലെങ്കിൽ പണം വരാനുള്ള ഒരു സോഴ്സ് ഉണ്ട്, അതിലൂടെ പണം വരുന്നുമുണ്ടാകാം. അത് കോടികളല്ല, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ധനമാകാം. എന്നാൽ ആ വന്നു ചേരുന്ന ധനം കൈകളിൽ നിന്നും അനാവശ്യമായ കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് പോലും ഒഴിവാക്കുവാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധനപരമായ പ്രയാസങ്ങളാണ് എന്നതും വാസ്തവമാണ്. ചിന്തകൾ കാടുകയറുന്നു, അല്ലെങ്കിൽ തെറ്റായ ചിന്തകളാൽ പലപ്പോഴും ഇത്തരത്തിൽ മാനസിക വിഷമതകളുണ്ട്. അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി നിൽക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ്. ആ ശക്തിയോട് നിങ്ങൾക്കുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ്. എപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ആ ശക്തിയാണ് എനിക്കൊപ്പമുള്ളത്, ആരില്ലെങ്കിലും ആ ശക്തി എനിക്കുണ്ടാകും എന്നൊരു ചിന്ത, പ്രാർത്ഥന പോലും നിങ്ങൾക്കുണ്ട്. അതിനാൽ എന്നിൽ നിന്നും അകലല്ലേ ഭഗവാനെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, എത്ര തന്നെ നിങ്ങൾ താഴെ വീണാലും നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ നൽകിയിട്ടുള്ളതായ പെരുമാറ്റങ്ങൾ, അത് ഒരുപാട് സഹിച്ചു കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ആത്മാർത്ഥമായി വിശ്വസിച്ച, അല്ലെങ്കിൽ ഒപ്പമുണ്ടാകും എന്ന് വിചാരിച്ച വ്യക്തികൾ പോലും അകന്നു പോയിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം ഊഹിക്കാം. അല്ലെങ്കിൽ ആവശ്യം നിങ്ങൾക്ക് വന്നിരുന്നതായ സമയത്ത് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയിരുന്ന പല വ്യക്തികളെ ഓർത്തും നിങ്ങൾക്ക് വല്ലാതെ നിരാശ തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ കാത്തിരിക്കുന്നതായ കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും ഇതൊന്നും നിങ്ങൾക്കതിന് തടസ്സമായി നിൽക്കില്ല എന്ന സൂചന തന്നെയാണ് ഉള്ളത്. മടങ്ങി വരേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായും തിരിച്ച് വരേണ്ടതായിട്ടുണ്ട്. അത് ചില വ്യക്തികളും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായും അത് നിങ്ങളുടെ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ അങ്ങനെ ആര് തന്നെ ആകാവുന്നതുമാണ്. നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമുണ്ട്. ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരു അവസാനം, അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്ന, മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 1 മാസം മുതൽ 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മാറ്റം കാണുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയാണ് ഈ കാലയളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക. അതിനാൽ പൂർണ്ണമായും നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നും നേർവഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും വിശ്വാസത്തോടെ തന്നെ, ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമായ ഭദ്രദീപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ലാളിത്യത്തെക്കുറിച്ച് പല കാര്യങ്ങളും പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്ര ലളിതമായ ഒരു ജീവിതമല്ല എന്ന് പറയാം. കാരണം പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിക്കുന്നില്ല. ഈ അടുത്ത കാലത്തായി അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങൾക്ക് വളരെയധികം കൂടിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്.
എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടല്ല ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ വർദ്ധിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായ കാര്യം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് വളർച്ച അത് സുനിശ്ചിതമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ അത് ഭാവിയിലാണ് എങ്കിലും അത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വളർച്ച, അല്ലെങ്കിൽ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകുന്നവർ, ഏത് തിരിച്ചടിയിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് എന്നതും മറ്റുള്ളവരിൽ അസൂയ നിറയ്ക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് ശത്രുക്കൾക്ക് തോന്നാവുന്ന ഒരു അസൂയ, അല്ലെങ്കിൽ കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ, ശത്രുദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ഇടയിലെ ഒരു കരടായി മാറിയിരിക്കുന്ന സാഹചര്യം, അതായത് നിങ്ങളില്ല എങ്കിൽ അവർക്ക് ഉയർച്ച എളുപ്പമാണ്. നിങ്ങൾ ഉള്ളതിനാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അവർക്കത് സഹിക്കുന്നില്ല എന്നും എടുത്തു പറയാം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ആവശ്യമില്ലാത്തതായ കുറ്റപ്പെടുത്തലുകൾ വരുന്നു, നിങ്ങളെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിക്കുന്ന സാഹചര്യം, നേർവഴിയിലൂടെ പോകേണ്ട കാര്യങ്ങൾ പോലും തടസ്സങ്ങളാൽ വഴിമാറിപ്പോകുന്ന സാഹചര്യം. ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രയാസകരമായ കാര്യങ്ങൾ വരുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിലവർ ഒരു പരിധിവരെ വിജയിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം, കുടുംബപരമായി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന വിഷമങ്ങളും ധനപരമായി നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ കാര്യങ്ങളുമാണ്. ധനപരമായ വിഷമതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്, എത്ര തന്നെ മനസ്സ് താഴ്ന്നു പോയാലും, അല്ലെങ്കിൽ എത്ര തന്നെ വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായാലും അത് പുറമേ കാണിക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല നിങ്ങൾ. എന്തു തന്നെ വന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ വന്നാലും കുലുക്കമുണ്ടാകണം എന്നില്ല, എനിക്കത് നേരിടുവാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. പല അവസരങ്ങളിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നതും വാസ്തവമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാനോ കരയുവാനോ ഒരിക്കലും താല്പര്യപ്പെടുന്ന വ്യക്തികളല്ല എന്നതാണ് വാസ്തവം. ഇതിന് കാരണം നിങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിലുള്ള വിശ്വാസം, നിങ്ങളെ കൈവിടില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പല കാര്യങ്ങളിലും മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതും വാസ്തവമാണ്. എന്നാൽ പുറകിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ രക്ഷപ്പെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എവിടെയെല്ലാം വീണു പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയായി പരാമർശിക്കാം. നിങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർ പോലും ആഗ്രഹിക്കുന്നതായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ ഉള്ളവരാണ്. അതിലൊന്ന് സ്വപ്നങ്ങൾ കാണുക എന്നതാണ്. പല കാര്യങ്ങളും സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നല്ലൊരു ഭാവി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് എന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അത്തരത്തിൽ ഒരു പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന പ്രകൃതം തന്നെയാണ് നിങ്ങൾ. കൂടാതെ നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ജീവിതം ഒരു അലക്ഷ്യമായി മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നവരല്ല. അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നവരുമാകാം നിങ്ങൾ. അത് ഏതൊരു കാര്യത്തിലും, തൊഴിലിലാണ് എങ്കിലും, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വശം കാണുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എന്നതും വാസ്തവം തന്നെയാണ്.
നിങ്ങളിലേക്ക് കടന്നു വരുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴും ഒരു വ്യക്തിക്ക് വിഷമത്തിലിരിക്കുവാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്, അനുകൂലമായി സംഭവിക്കാവുന്നതാണ്. അതിലൊന്ന് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുകയോ നിങ്ങളുടെ താഴ്ച കാണണം എന്ന് ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികൾ മടങ്ങി വരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഏവർക്കും പലവിധ തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ആ തെറ്റുകൾ തിരിച്ചറിയുക, അത് തിരുത്തപ്പെടുക എന്നത് പലർക്കും നടക്കാത്ത കാര്യമാണ്. എങ്കിൽ ഈ വ്യക്തികൾക്ക് നടക്കും. ഇവർ നിങ്ങളോട് ക്ഷമാപണം അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച് വരുവാനുള്ള സാധ്യതകൾ, അത്തരം ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചതും ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിച്ചതുമായ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ, അത് നിങ്ങളുടെ കൺമുൻപിൽ തന്നെ തെളിഞ്ഞു കാണുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ സമയം നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും, അത് ഏറ്റവും വിലപിടിപ്പുള്ള പല കാര്യങ്ങളുമാകാം, അത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ തൊടുകുറി ഗണിതത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ ആഗ്രഹങ്ങൾ പലതുമുണ്ട്. അത് നടക്കാത്തതിലുള്ള വിഷമമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കും. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു ചേരാം. നിങ്ങളുടെ ദോഷങ്ങൾ അകന്നു പോവുകയും നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ശമനം ലഭിക്കുകയും ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, തൊടുകുറി പ്രകാരം നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതായ വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫലമാണ് വന്ന് ചേരാനായി പോകുന്നത്. അകന്നു പോകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. വിഷമതകളാണ് എങ്കിൽ അത് അകന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. പ്രധാനമായും നിങ്ങൾക്ക് പല വ്യക്തികളുടെയും വേർപാടുകൾ അല്ലെങ്കിൽ അവർ നിങ്ങളെ അകന്നു പോയതിലുള്ള വിഷമം നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് പോലും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നവർ തന്നെയാകാം നിങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടർന്ന് പോരുകയോ ആരംഭിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ഈശ്വര പ്രാർത്ഥനകൾ, ദൈവത്തോട് നിങ്ങൾക്കുള്ള ആ പ്രാർത്ഥനകൾ, അത് കൃത്യമായി നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ ആ ചൈതന്യം നിങ്ങളിൽ ഉയരും. ചിലരിൽ അത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം നിങ്ങളുടെ മനഃശക്തി വർദ്ധിക്കുക മാത്രമല്ല, ഏത് കാര്യങ്ങളും കൃത്യമായി തന്നെ അത്ഭുതകരമായി തന്നെ തിരിച്ചു വരവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇത് നിങ്ങളുടെ ഭാവിയിൽ ഉപകരിക്കുക തന്നെ ചെയ്യും. അതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് എന്നുകൂടി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം.